എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 11 ശ്ലോകം 8, 9, 10, 11 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കണ്ണന്റെ ആ കുസൃതികള്, ആ ഗോപസ്ത്രീകൾ എന്തു പറയണോ അതുപോലെ ചെയ്ത് അവരെ ആനന്ദിപ്പിച്ചു. നൃത്തം ചെയ്യാൻ പറഞ്ഞു, നൃത്തം ചെയ്തു. പാട്ട് പാടാൻ പറഞ്ഞപ്പോ പാട്ട് പാടി. പിന്നെ ഇതാ ഓരോന്നൊക്കെ എടുത്തുകൊണ്ടിരാൻ പറയാണ് അടുത്ത ശ്ലോകത്തില്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. ബിഭർത്തി ക്വചിദാജ്ഞപ്ത പീഠകോന്മാനപാദുകം ബാഹുക്ഷേപം ച കുരുതേ സ്വാനാം ച പ്രീതിമാവഹൻ. ചിലപ്പോ ഗോപശ്രീകള് പറയാം, നിനക്ക് ബലമുണ്ടോ, നിനക്ക് നല്ല ശക്തി ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ പീഠം അങ്ങോട്ട് എടുത്തോണ്ടൊരു കണ്ണ, പീഠം എടുത്തുകൊണ്ടെന്നാ ലഡ്ഡു തരാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട വെണ്ണ തരാം, അല്ലെ എന്താ നിനക്ക് വേണ്ടേ അതൊക്കെ തരാം എന്ന് പറയും. അപ്പൊ വേഗം അതെടുത്ത് പീഠം ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു, എനിക്ക് നല്ല ശക്തിയാ എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ഫയൽമാന്മാര് കാണിക്കണമാര് കൈയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട്, ഇല്ലേ നോക്കൂ എനിക്ക് നല്ല ശക്തി ഇല്ലേ, എന്റെ കയ്യിൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ചെന്നിട്ട് എടുത്തു പോക്കാൻ നോക്കുമ്പോ പറ്റില്ല എന്നുള്ള മട്ടിൽ അഭിനയിക്കുക. അശക്തനാണെന്ന് കാണിച്ചു, പറ്റണില്ല, എടുക്കാൻ പൊന്തണില്ല. അപ്പൊ ഇവർക്ക് ചിരി വരും. അപ്പൊ അവര് പറയാം, അപ്പൊ അതിന് നിനക്ക് കഴിയില്ല, നിനക്ക് ശക്തിയില്ല, എന്നാ പീഠം എടുക്കണ്ട, അതിനേക്കാളും കുറച്ച് കനം കുറഞ്ഞ ആ നാഴിയില്ലേ, അല്ലെങ്കിൽ ആ ആ പാത്രം, ആ കുഞ്ഞു പാത്രം അതെടുത്തോണ്ടെന്നോളൂ. അപ്പൊ അത് ചെന്നെടുക്കും. അതെടുക്കാൻ ശ്രമിക്കുമ്പോ അതിനും ഇതും പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം വിഷമിച്ച് നിക്കണ മാതിരിയൊക്കെ അഭിനയിക്കും. എന്തൊക്കെ സൂത്രങ്ങളാ ആ ഗോപശ്രീകൾക്ക് മുമ്പില് ഭഗവാൻ ആടിയത്. അങ്ങനെ എന്തൊരു ഖന എന്നുള്ള മട്ടില് അങ്ങനെ എടുത്ത് പതുക്കെ പൊക്കിയിട്ട് വയ്യ എന്നുള്ള മട്ടിൽ അവിടെ തന്നെ വെക്കും. അപ്പൊ ഗോപസ്ത്രീകൾ പറയും, നിനക്ക് ശക്തി പോരാഞ്ഞിട്ടാണേ, ഇനി നല്ലോണം വെണ്ണ കഴിക്കണം. അത് ശരി, നീ അവിടെ നിന്നൊക്കെ കട്ടെടുത്ത് കഴിക്കാനേ നിനക്ക് പറ്റുള്ളൂ അല്ലെ, അമ്മ തരുമ്പോ നല്ലോണം കഴിക്കില്ല അല്ലെ, അതാണ് നിനക്ക് ശക്തി ഇല്ലാത്ത. എന്നാ കണ്ണ ഒരു കാര്യം ചെയ്തു, ആ മെതിയടി എടുത്തോണ്ടെന്നോളൂ, അതിന് കനല്ലല്ലോ. അപ്പൊ അതും കൂടി പറ്റില്ല എന്നുള്ള മട്ടില് നിൽക്കും. അപ്പൊ അവര് പറയും, നിനക്ക് ഒന്നിനും ശക്തിയില്ല. അയ്യേ ശക്തിയില്ലാത്ത ബലഹീനൻ എന്ന് പറഞ്ഞ് കളിയാക്കും. ഒരു ശക്തിയില്ലാത്ത ഉണ്ണിയാണേ, കണ്ണനാണേ. അപ്പൊ അവരോട് എനിക്ക് നല്ല ശക്തിയൊക്കെ ഉണ്ട്, എന്നാ ഞാൻ കാണിച്ചു തരാം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എന്നാ നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരുടെ നേരെ അങ്ങനെ ചുണ്ടി എടുത്തിട്ട് പിന്നാലെ ഓടിപ്പോകുന്ന പറയണം. അങ്ങനെ ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഈ കണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഏറ്റവും സ്നേഹം ഉള്ളവർ ഈ ഗോപന്മാരും ഗോപസ്ത്രീകളാണെന്ന് അവർക്കറിയാം. അവർക്ക് തന്റെ ലീലകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കണ്ണൻ അവരുടെ ഈ കളികൾക്കൊക്കെ ഇങ്ങനെ നിൽക്കണത് എന്ന് പറയുന്നു. ദർശയൻ തദ്വിതാം ലോക ആത്മനോ ഭൃത്യവശ്യതാം വ്രജസ്യോ വാഹവൈ ഹർഷം ഭഗവാൻ ബാലചേഷ്ടിതൈ. ഇങ്ങനെ ആ വ്രജവാസികളെ എന്തുകൊണ്ട് അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചത് എന്ന് പറയാണ്. ലോകത്തിലെ ഈ കാര്യസാരം അറിയുന്ന ഭക്തന്മാര് ആരുണ്ടോ അവർക്ക് താൻ വശ്യനാണ് എന്നുള്ള ആ തത്വം പ്രത്യക്ഷമായിട്ട് കാട്ടിക്കൊടുക്കണം എന്നുള്ള ആ കാരുണ്യം കൊണ്ടാണ് അനന്ത ഐശ്വര്യ പരിപൂർണനായ ഭഗവാൻ സാധാരണ ബാലന്മാരെ പോലെ അതത് സമയങ്ങളില് ഓരോ കളികൾ കൊണ്ട് ആ വ്രജത്തിലുള്ളവർക്കൊക്കെ സന്തോഷം ജനിപ്പിക്കുന്നത്. ഇവരെ പോലെ സ്നേഹം, നിഷ്കളങ്ക സ്നേഹം വേറെ ആർക്കും ഇല്ല എന്ന് കണ്ണൻ നല്ലോണം മനസ്സിലായി കണ്ണന്. അപ്പൊ അവർക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്താ അവര് പറയണെന്ന് വെച്ചാൽ അതുപോലെ അവർക്ക് എന്താണ് അവരുടെ ആനന്ദം എന്ന് നല്ലോണം മനസ്സിലായി. കണ്ണന്റെ കളികൾ, കണ്ണന്റെ ലീലകൾ
ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അല്ലെ. അവർക്ക് ഇതെല്ലാം എന്തൊക്കെ ലീലകളാ, ആ സുന്ദരമായ മുഖത്തുള്ള ആ പുഞ്ചിരി തന്നെ കണ്ടാൽ മതി, നോക്കി നിൽക്കാൻ തോന്നും. അപ്പൊ ഇതുപോലെയുള്ള കളികളും എല്ലാം കാണിച്ചു കൊടുത്തു ആ വ്രജത്തിലുള്ളവർക്ക്. ഭാഗ്യം ഭാഗ്യം അല്ലെ. അപ്പോഴാണ് അതാ ഒരു പഴക്കച്ചവടക്കാരി തലയിൽ നിറച്ചു പഴങ്ങളായിട്ട് അങ്ങനെ വരികയാണ്. ക്രീണീഹി ഭോ ഫലാനേതി ശ്രുത്വാ സത്വരമച്യുത ഫലാർത്ഥീ ധാന്യമാദായ യയൗ സർവഫലപ്രദ. അങ്ങനെ പഴം വേണോ പഴം വേണോ പഴം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പഴക്കച്ചവടക്കാരി ഓരോരുത്തരും ഇങ്ങനെ തെരുവിൽ നിറച്ചു സാധനങ്ങൾ ആയിക്കൊണ്ട് പഴം വേണോ, നാളികേരം വേണോ, എണ്ണ വേണോ, പച്ചക്കറി വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഹേ ജനങ്ങളെ, വേണ്ടവര് വാങ്ങിച്ചോളൂ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? വേണം വേണം എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഇതിന്റെ ഫലം നൽകണം, എന്റെ അനുഗ്രഹം കൊടുക്കണം എന്നുള്ള ഒരു വിശ്വാസത്തില് വേഗം ഓടിച്ചെന്നു. പഴം വേണോ പഴം വേണോ എന്ന് ചോദിച്ചു നടക്കണം. ആ പഴക്കച്ചവടക്കാരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ആ എനിക്ക് വേണം, പഴം വേണം, പഴം വേണം എന്ന് പറഞ്ഞു. ഫലവിക്രയണീ തസ്യ ച്യുതധാന്യം കരദ്വയം ഫലൈരപൂരയൽ രത്നൈഃ ഫലഭാണ്ഡം അപൂരിച്ച. ഭഗവാന്റെ അത്യത്ഭുത മാഹാത്മ്യം, അത്യാശ്ചര്യലീലയും വിവരിക്കുകയാണ് ഇതിൽ. എനിക്ക് വേണം, പഴം വേണം, പഴം വേണം എന്ന് പറഞ്ഞു. അപ്പൊ പഴക്കച്ചവടക്കാരി വേഗം ചെന്നിട്ട് ഒന്നും ചെലവായിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ സന്തോഷമായി. നോക്കുമ്പോ എന്താ, ഒരു സുന്ദര കുട്ടനായിട്ടുള്ള ഒരു ഉണ്ണി ഇങ്ങനെ നിൽക്കണു. നല്ല പട്ടുകോണ കൊടുത്ത്, നല്ല കുഞ്ഞ് അരഞ്ഞാണം കെട്ടി, കുറച്ച് മാലയൊക്കെ ഇട്ട്, കയ്യില് വളയൊക്കെ ഇട്ട്, ഒരു തലമുടിയൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് ചീകി കെട്ടിയിട്ടുണ്ട്, നല്ല ഗോപിക്കുറി തൊട്ടിട്ടുണ്ട്, നീല നിറം. എന്തൊരു ഭംഗിയാ. പഴക്കച്ചവടക്കാര് വല്ലാത്തൊരു വിഷമിച്ചിരിക്കുകയായിരുന്നു, ഒന്നും ചെലവാക്കാത്തതുകൊണ്ട്. ഈ അണ്ണനെ അങ്ങോട്ട് കണ്ടപ്പോ അവരുടെ മുഖം അങ്ങോട്ട് വികസിച്ചു. അയ്യോ, എന്താന്നറിയാത്തൊരു സന്തോഷം, ഒരു രോമാഞ്ചമൊക്കെ ആ പഴക്കച്ചവടക്കാരിക്ക് ഉണ്ടായിരുന്നു ആ ഉണ്ണിയെ കണ്ടപ്പോ. എന്നിട്ട് അങ്ങനെ നോക്കി, ഉണ്ണിക്ക് പഴം വേണോ? വേണം. അപ്പൊ വേഗം ചെന്നിട്ട്, ഒന്നും വേണ്ട, ഇത് മുഴുവൻ ആ ഉണ്ണിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് കുഞ്ഞു കൈ കാട്ടു എന്ന് പറഞ്ഞിട്ട് ആ കൈകളുടെ ഭംഗിയും ആ വരവും ആ ചിരിയും കൊഞ്ചി കൊഞ്ചിയുള്ള വർത്തമാനവും ഒക്കെ അങ്ങോട്ട് കേട്ട് ആ കുട്ടിയെ ആള് പിടിച്ചു നിർത്തിയിട്ട്, ഇതാ എല്ലാ പഴവും, ഇതിൽ ഈ കൊട്ടയിലുള്ള എല്ലാ പഴവും ഉണ്ണിക്ക് കേട്ടോ, എല്ലാം എടുത്തോളൂ എന്ന് പറഞ്ഞു കുഞ്ഞി കൈലാണ്ട് നിറച്ചും അങ്ങോട്ട് കൊടുത്തു. ഭഗവാൻ ആ സത്യസങ്കല്പൻ അവളുടെ ആ ഭക്തി കണ്ടപ്പോ അപ്പൊ തന്നെ കൊടുക്കണം അതിന്റെ ഫലം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ഞാനേ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പഴം അവിടെ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതിന് പണം തരണ്ടേ, അമ്മ ഇവിടെ ഇല്ലേ, അമ്മ കാണാനില്ലേ, ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്നും വേണ്ട, ഇത് ഉണ്ണിക്ക് ഞാൻ തന്നതാ, ഒന്നും വേണ്ട വേണ്ട എന്ന് പറയണ്ട, അതൊന്നും ഞാനിപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് വേഗം പോയി അവിടെയൊക്കെ നോക്കി. ഇപ്പൊ അമ്മേ അമ്മേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അമ്മ അവിടെ ഒന്നും കാണാനില്ല, അമ്മ എന്തോ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. വേഗം ചെന്ന് അഷ്ടമംഗലത്തുനിന്ന് ചൊന്ന് നെല്ല്, അഷ്ടമംഗലത്തുനിന്ന് അവിടെ നിന്നുള്ള പാത്രത്തിൽ നിന്ന് കുറെ അരിയും നെല്ലും ഒക്കെ അങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് എടുത്തു. എന്തൊക്കെ കൊടുക്കണമെന്ന് ധരിച്ചിട്ടുണ്ട്, കുട്ടിയല്ലേ, അറിയില്ല എന്നുള്ള മട്ടില് കുഞ്ഞിക്കൈയിലാണ്ട് നിറച്ചെടുത്തു. അത് പോരുന്ന വഴിക്ക് ആ കയ്യിൽ എത്ര ഉണ്ടും കൊള്ളും, ഓരോ കുറച്ച് ചോർന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, കയ്യിൽ നിന്ന് ഇങ്ങനെ വീണു 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 പോയിട്ട് ആ സ്ത്രീക്ക് ഇങ്ങനെ ആ ഉണ്ണിയുടെ വരവും ആ നോട്ടവും ഭംഗിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണുനിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് വേഗം ആ കുഞ്ഞിക്കായിട്ട് ഇതാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒഴിഞ്ഞ കൊട്ടയിലേക്ക് ഇതിലത്തെ പഴമുള്ളത് മുഴുവൻ കണ്ണന് കൊടുത്തു. ആ പഴക്കച്ചവടക്കാരി ഇതാ എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് കൊടഞ്ഞിട്ട് കൊടുത്തു. ഒരു 5-6 മണി അതിൽ വീണു സംശയം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ വഴിക്ക് വീണുപോയി. ആ പഴക്കച്ചവടക്കാരിക്ക് അത് കണ്ടപ്പോ കരയണോ ചിരിക്കണോ എന്താണെന്ന് കണ്ണങ്ങോട്ട് നിറഞ്ഞിട്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. അങ്ങനെ മതിയിട്ടോ, ഇത്രേ ഉള്ളൂ, എന്റെ കയ്യിൽ നിന്നൊക്കെ പോയി, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാ കൊടുക്കണതേ, അത്ര മതിയിട്ടോ, ഉണ്ണിക്കായിട്ട് തന്നതാ പറഞ്ഞിട്ട് വേഗം ഒന്ന് കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം എന്നൊക്കെ നല്ല മോഹം ഉണ്ടാവും പഴക്കച്ചവടക്കാരിക്ക്. വേഗം ചെന്ന് നോക്കിയപ്പോ ആരും കാണാനില്ല. ആയവരെയൊക്കെ തൊടാൻ പാടുമോ ഈ തമ്പുരാൻകുട്ടിയെ എന്നൊക്കെ അതിന് മനസ്സിൽ വിചാരമുണ്ട്. എന്നാലും ഉണ്ണി വേഗം ആണ് അടുത്ത് ചെന്നപ്പോ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ തിരിഞ്ഞു നോക്കി കൊട്ട തലയിൽ വെച്ചിട്ട്
അങ്ങോട്ട് പോയി ആ പഴക്കച്ചവടക്കാരി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴല്ലേ എന്താ ഒരു ഖനം ഒഴിഞ്ഞ കൊട്ടയില്. വഴിക്ക് മുഴുവൻ ആ ഉണ്ണിയുടെ ആ കളി, ആ നോട്ടവും ഭാവവും ചിരിയും ആ കൈ കുടയണതൊക്കെയാണ് ആ പഴക്കച്ചവടക്കാരിയുടെ മനസ്സിലെ വിചാരം. ഒന്നും വിൽക്കാൻ പറ്റാത്തതിലൊന്നും ഒരു സങ്കടവും തോന്നിയില്ല. എന്താന്നറിയില്ല, മനസ്സങ്ങോട്ട് നിറഞ്ഞ മാതിരി. വീടിന്റെ പടിക്കെത്തിയപ്പോ കൊട്ടയ്ക്ക് എന്തോ ഒരു ഖനം. കൊട്ട ഇറക്കി വെച്ച് നോക്കുമ്പോ എന്താ, ഉണ്ണി കൊടുത്ത ആ ഒരു 4 മണി മാണിക്യം മുതലായിട്ടുള്ള അതിശ്രേഷ്ഠ രത്നങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് ആ കൊട്ടയിൽ ഇങ്ങനെ നിറഞ്ഞ രത്നങ്ങളാണ് മുഴുവൻ. ഇപ്പൊ ആ പഴക്കച്ചവടക്കാരിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ബാലനല്ല, ഭഗവാൻ ഈശ്വരൻ തന്നെയാണ് ഇത് എനിക്ക് തന്നത് എന്നുള്ളത്. അപ്പൊ തന്നെ അതിനുള്ള ഇത് കൊടുത്തു. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഒന്നും ചോദിച്ചില്ലല്ലോ, പക്ഷെ ഭഗവാന്റെ കുഞ്ഞിക്കൈയിൽ അത് നിറച്ചു കൊടുത്തില്ലേ, സന്തോഷപൂർവം, പ്രേമപൂർവം, ഭക്തിപൂർവം അതങ്ങോട്ട് കൊടുത്തു. അതാണ് അതിന്റെ ഫലം. അപ്പൊ തന്നെ ഭഗവാൻ അത് മനസ്സിലാവും ആർക്കൊക്കെയാണ് ഭക്തിയുള്ളത്, ഉള്ളിൽ ഭക്തിപൂർവം കൊടുക്കുന്നത് ആരാണെന്ന് ഭഗവാന് മനസ്സിലാവും. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി എന്ന് പറയണില്ലേ ഭഗവാൻ. എന്ത് ചെറിയ സാധനമാണെങ്കിലും അത് എങ്ങനെ കൊടുക്കണു, എന്ത് കൊടുക്കണമെന്നല്ല, എങ്ങനെ കൊടുക്കണു എന്നാണ് ഭഗവാൻ നോക്കണത്. അതിനുള്ള ഫലം അപ്പൊ തന്നെ അതിന് കൊടുത്തു. അപ്പൊ പിന്നെ ആ പഴക്കച്ചവടക്കാർക്ക് ദാരിദ്ര്യം ഉണ്ടോ? രത്നങ്ങളല്ലേ, ആ നീലരത്നം കൊടുത്ത ആ രത്നങ്ങള് കൊണ്ട് തന്നെ അവളുടെ ജീവിതം സഫലമായി. സരിത്തീരഗതം കൃഷ്ണം ഭഗ്നാർജുനമഥാഹ്വയൽ രാമം ച രോഹിണീ ദേവി ക്രീഡന്തം ബാലകൈർഭൃശം. പിന്നെ ദാമോദര ലീല കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഉണ്ടായ സംഗതി 8 ശ്ലോകങ്ങൾ കൊണ്ടാണ് പറയണത്. അടുത്ത ലീല ആ അർജുന മരങ്ങള് ആ പുഴക്കി വീഴ്ത്തിയ കൃഷ്ണനും രാമനും കൂടി ചേർന്ന് യമുനാ നദിയുടെ തീരത്ത് കുട്ടികളോടുകൂടി ഏറ്റവും ഉത്സാഹിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോ അതിസൗഭാഗ്യവതിയായ രോഹിണി ദേവി കൃഷ്ണനെയും രാമനെയും ഓരോരുത്തർക്കും ഓരോ സംഗതികൾ നിമിത്തം എത്ര നാമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ പേരുകളൊക്കെ പറഞ്ഞു വിളിച്ചു എന്നാ പറയണത്. ബലരാമന്, കൃഷ്ണന് ഓരോ സമയത്ത് ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. ഇവര് കൃഷ്ണന്റെ ആ ലീലകളുള്ള സമയത്ത് ഒരല് ബന്ധിച്ചതിന് ശേഷം ദാമോദരാന്ന് വിളിക്കും. അതിന് മുമ്പ് ഇങ്ങനെ പല പേരുകളാണ്. നോപേയാതാം യദാഹൂതൗ ക്രീഡാസംഗേന പുത്രകൗ യശോദാം പ്രേഷയാമാസ രോഹിണീ പുത്രവത്സലാം. കളിച്ചോണ്ടിരിക്കുമ്പോ കണ്ണാ രാമ കൃഷ്ണ വരൂ നിങ്ങൾക്ക് വിശക്കണില്ലേ, ഭക്ഷണം കഴിക്കാറായി, സമയം എത്ര നേരമായി വിളിക്കണു, വരൂ എന്ന് പറഞ്ഞ രോഹിണി ഇങ്ങനെ വിളിയോട് വിളിയാണ്. കുട്ടികൾ അത് കേൾക്കണ പോലുമില്ല. ആ കളിയിൽ ഇങ്ങനെ രസിച്ച് കുറേ കുട്ടികളുണ്ട്. ഇവര് ആരും കേൾക്കണില്ല രോഹിണി വിളിക്കണത്. കളിയോട്ട് കളി. എത്ര വിളിച്ചിട്ടും അടുത്ത് ചെന്ന് പറഞ്ഞിട്ടും കാണണില്ല അവര് രോഹിണി. അതുപോലെയുള്ള കളിയിൽ മുഴുകിയിരിക്കുക അവര്. അപ്പൊ രോഹിണി തോറ്റ് വേഗം പോയിട്ട് പറഞ്ഞു യശോദയോട് എന്ന് പറഞ്ഞു, യശോദേ ഞാൻ എത്ര നേരമായി ആ കുട്ടികളെ വിളിക്കണം, ആ വെയിലത്തിരുന്ന കളിക്കണതേ, എത്ര നേരമായി ഭക്ഷണം അവർക്ക് കഴിക്കണ്ടേ, വെള്ളം പോലും കുടിച്ചിട്ട് എത്ര നേരമായി, ഒന്ന് വരൂ രാമ കൃഷ്ണ എന്ന് ഞാൻ വിളിച്ചിട്ട് വരണില്ല. യശോദ ചെന്ന് വിളിച്ചു നോക്കൂ. യശോദ ചെന്ന് അവര് വരാണ്ടിരിക്കില്ല. രോഹിണിക്ക് അറിയാം യശോദയ്ക്ക് ആ കുട്ടികളോടുള്ള കുട്ടികൾക്ക് അതുമാതിരിയാണ് യശോദ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികള് രാമൻ വേഗം കേൾക്കുന്ന പറയണത്. അപ്പൊ യശോദ വിളിച്ചാലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് കേൾക്കണില്ല. രോഹിണിക്ക് അത് മനസ്സിലായണ്ട യശോദമ്മോടുള്ള ആ പെരുമാറ്റം ആ കുട്ടികളുടെ. അമ്മയെക്കാളും സ്നേഹം രാമന് യശോദമ്മോടാ. അപ്പൊ രോഹിണിക്ക് അത് അറിയാം. അതുകൊണ്ട് യശോദയെ കണ്ടു കഴിഞ്ഞാൽ വരും. യശോദ എന്ന് വിളിക്കൂ, എത്ര നേരമായി, സമയം എത്രയായി നോക്കൂ, ഊണ് കഴിക്കണ്ട, കുട്ടികൾക്ക് വിശക്കില്ലേ, അവർക്ക് ഇനി വയ്യാണ്ടിയാവും എന്നൊക്കെ പറഞ്ഞു രോഹിണി. ഇപ്പൊ യശോദ വേഗം ചെല്ലാണ്. ക്രീഡന്തം സാസുതം ബാലൈ അതിവേലം സഹാഗ്രജം യശോദാജോഹവീൽ കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്തനീ. ഇപ്പൊ സമയം അങ്ങോട്ട് ഊണ് കഴിക്കാനുള്ള സമയം അതിക്രമിച്ചു. 2 മണി 3 മണിയൊക്കെ ആയിട്ടും കുട്ടികൾ ഊണ് കഴിക്കാതെ വെയിലത്തിരുന്ന് കളിക്കുകയാണ്. അപ്പൊ രാമനെയും കൃഷ്ണനെയും ആ പുത്രസ്നേഹം നിമിത്തം മുലപ്പാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യശോദ അതാ പറഞ്ഞത്. പുത്രസ്നേഹ സ്നുതസ്തനി. വിളിച്ചു യശോദയ്ക്ക് ഇങ്ങനെ അവരോടുള്ള സ്നേഹം കാരണം മുലപ്പാൽ ഒഴുകിക്കൊണ്ടിരിക്കണമെന്നാ പറഞ്ഞു. പിന്നെയും വളരെ ഉച്ചത്തിൽ, ആദ്യം പതുക്കെയൊക്കെ വിളിച്ചു നോക്കി, പിന്നെ വളരെ ഉച്ചത്തില് രണ്ടുപേരെയും വിളിക്കുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ